ഹുസൈൻ ഉലിദ ഫി മുഹാഫളത്തി മുഗാഖയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. മിസ്റിലെ ഉസ്ബത്ത് ഖിലിയോ ഫി മിസ്രിൽ ഉലിയ. ഇത് ഞങ്ങൾ പഠിച്ച സമയത്ത് ഓർമ്മിച്ച് വെക്കാൻ ഒരു കോഡ് ഉണ്ടാക്കിയിരുന്നു. മിസ്ർ ഉലിയ, വലിയ ഉള്ളി, 3/4 കിലോ എന്നുള്ളത് 3/4 കിലോയിലേക്ക് ബന്ധിപ്പിച്ച് പഠിച്ചിരുന്നു. ഒരു ഓർമ്മ വന്നത് പറഞ്ഞതാണ്. ലഖബഹു അമീദുൽ അദബിൽ അറബി എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര്. ബാക്കിയുള്ളത് അത്ര പ്രധാനപ്പെട്ടതല്ല. ഖാൻ അബൂ ഹുസൈൻ അലി, അദ്ദേഹം മുവല്ലിഫിലെ സൊയറൻ ഫി ഷിർക്കത്തി സിറാ, ഒരു കൃഷിയുടെ കമ്പനിയിൽ അല്ലെങ്കിൽ ഒരു ഷിർക്കത്ത് സുക്കർ പഞ്ചസാര കമ്പനിയിൽ അദ്ദേഹം ഒരു മുവല്ലിഫായിരുന്നു, ലേബറായിരുന്നു. ഖാൻ മിൻ സാമിൻ ഔലാദ്, അദ്ദേഹത്തിൻ്റെ മക്കളിൽ 7ാമത്തവനായിരുന്നു അദ്ദേഹം. ഇബ്നു ത്വഹുസൈൻ്റെ മകൻ മുഅന്നിസ് വ ബിൻതുഹു അമീന, അവളെ കല്യാണം കഴിച്ചത് അഹമ്മദ് ഹസൻ സിയാത്താണ്. വഖദ് ഫുഖിദ ബസറഹു, അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. മിൻ ഉംരിഹി, 3 വയസ്സുള്ള സമയത്ത് റമദ് ബാധിച്ചിട്ടാണ്, ചെങ്കണ്ണ് ബാധിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. ഹാഫിളൽ ഖുർആൻ, 7ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി. അസ്ഹറിൽ 12ാമത്തെ വയസ്സിൽ പ്രവേശിച്ചു. ഉസ്താദ് മുഹമ്മദ് ഹബ്ദു. 1912 ജാമിയത്തുൽ മിസ്രിയയിൽ അദ്ദേഹം മാറി. അവിടെ 1914 അദ്ദേഹം തജ്ദീദ് ദിക്രി അബിൽ അല എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ചു. 14 കേട്ടോ. പിന്നെ ജാമിയൽ മിസ്രിയുടെ ചെലവിലായിട്ട് അദ്ദേഹത്തെ ഫ്രാൻസിലേക്ക് അയച്ചു. 1911 അദ്ദേഹം ജാമിയത്ത് സൊർബോണിലേക്ക് ഫ്രാൻസിൽ പോയി. അവിടെ വെച്ചിട്ട് ഹിസ്റ്ററി പഠിച്ചു. യൂനാനി, ലാറ്റിൻ എന്നൊക്കെ അദ്ദേഹം പഠിച്ചു. 1918 അദ്ദേഹം ഫൽസഫത്തു ഇബ്നു ഖൽദൂൻ വൽ ഇജ്തിമാ എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ജാദുർ റബ്ബ്, മുഹമ്മദ് ജാദുർ അവ്വൽ ഉസ്താദാണ്. പിന്നെയുള്ളവരൊക്കെ പിന്നീട് സെയ്ദ് മർസഫിയൊക്കെ അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ഉസ്താദ്മാരാണ്. സൂസൻ കരീം ജാമിയയിൽ അദ്ദേഹത്തെ സഹായിച്ച ഒരു ലേഡിയായിരുന്നു. പിന്നെ തസവ്വജ ഫറൻസിയ, സൂസൻ, അവളവിടെ കല്യാണം കഴിച്ചു. അതിൽ കുട്ടികളുണ്ടായി അമീന, സയ്യാത്ത്, മുഅന്നസ്. 1919 മിസ്റിലേക്ക് തന്നെ മടങ്ങി. ജാമിയത്തുൽ മിസ്രി 1925 ജോലി ചെയ്തു അദബിൽ അറബിയയിൽ. 1942 ജാമിയത്തുൽ ഇസ്കന്ദരിയ ഉണ്ടാക്കി. പിന്നെ 1950 അദ്ദേഹത്തെ വസീറു താലീമായിട്ട് നിയമിച്ചു. കുട്ടികൾക്ക് വെള്ളം, വായു ഇതൊക്കെ ഏതുപോലെ എല്ലാവർക്കും കിട്ടുന്നത് പോലെ വിദ്യാഭ്യാസം ലഭിക്കണമെന്ന് അദ്ദേഹം കൊണ്ടുവന്നു. 1950 തന്നെയാണ് ജാമിയത്ത് അനുഷംസ് അദ്ദേഹം ഉണ്ടാക്കുന്നത്. പിന്നെ 1958 ജായത്ത് ദൗലത്ത് തഖ്ദീരിയ ലഭിച്ചു. അങ്ങനെയൊക്കെ ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. അയ്യാമാണ് സിറാസാത്തിയ, ഹദീസുൽ അറബിയ, ഷെയ്ഖാനി, അല ഹാമിഷ് സീറ, പിന്നെ വഅദുൽ ഹഖ്, മിർഅത്തുൽ ഇസ്ലാം, ഫിത്നത്തുൽ കുബ്ര, ഫി ഷിറുൽ ജാഹിലിയ അദ്ദേഹത്തിൻ്റെ ഫേമസ് ഗ്രന്ഥമാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളാണ്, ലെക്ചറുകളാണ്. ഇതൊരുപാട് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. അങ്ങനെ ഹുസൈനെ ഇതിനെ ഒരുപാട് തഹത്തർ റായത്തുൽ ഖുർആൻ, മുസ്തഫ സ്വാദിഖ് റാഫി പോലത്തെ ഈ കിതാബിനെതിരായിട്ട് ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫിൽ അദബിൽ ജാഹിലി, തെറ്റുകളൊക്കെ ശരിയാക്കിയിട്ട് അദ്ദേഹം അദബുൽ ജാഹിലി 1929 ഇത് മാറ്റിയുണ്ടാക്കി. 26 ഫി ഷിറുൽ ജാഹിലി, 29 ഫി അദബുൽ ജാഹിലി. പിന്നെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഒരുപാടുണ്ട്. അൽ മഅദീബുന ഫിൽ അർദ് അൽ കർവാൻ റിവായാണ്. മഅദീബുന ഫിൽ അർദ് മജ്മുഅത്തുൻ ഖിസസിയാണ്. നളറാത്ത് ഫി നളറാത്ത് അവ്വൽ മക്കാലാണ്. അൽ ഖസ്റുൽ മസ്ഹൂർ ഉണ്ട്. ജന്നത്തുൽ ഹൈവാൻ, ജന്നത്തുൽ ഷൈത്താൻ ഉണ്ട്. ഫിസ്സൈഫ് ഉണ്ട്. അഹ്ലാം ഷഹർസാദ് ഉണ്ട്. ഇത്രയാണ് നമുക്ക് ത്വഹ ഹുസൈനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇനി നമുക്ക് അക്കാദ് നോക്കാം.